عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله العظيم. പ്രിയരെ, ഈ കഥയൊന്ന് ശ്രവിക്കുമല്ലോ. അതെ, കൽബുള്ളവരെ കരയിപ്പിക്കുന്ന വേദനയിൽ ചാലിച്ചേരിയ ഒരു കഥ. അതെ, മണിയറക്ക് പകരം മക്ബറ. അല്ലാ നീയല്ലാതെ ആരും തുണയില്ല, അല്ലലകത്ത നീയല്ലാതൊരാളില്ല. ആകാശം ഭൂമി ആജബിൽ പടച്ചോനെ, അടിയന് ഹിദായത്ത് നൽകൂ പെരിയോനെ. അല്ലും പകലും ഞാൻ നിന്നോടിരിക്കുന്നു, അല്ലാ നിൻ കാരുണ്യം എന്നും കൊതിക്കുന്നു. അതെ, നീ എന്റെ മൂറാതുകൾ വിട്ടേനെ, അനുദിനം നിന്റെ രീലായും ചൊരിയേണേ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു നമ്മുടെ കഥാപുരുഷൻ. മുഖത്തിനിറയെ വസൂരിക്കല, കാക്കയേക്കാൾ കറുപ്പ്, ഹൃദയത്തിൽ അരക്കുട്ടർ പെണ്ണിനെ കാണുന്നുണ്ട്. ഏതാണ് റസൂലിന്റെ പാവപ്പെട്ട സ്ത്രീ? പാമോ? അവൾ പാമല്ല, പണക്കാരിയാണ്. ഈ നാട്ടിലെ കോടീശ്വരനായ വഹബിന്റെ മകൾ. എന്താ സാദൊന്നും ഇണ്ടാത്തത്? ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്, വഹബിന്റെ സുന്ദരിയാ മകൾ നിങ്ങൾ കെട്ടിച്ചു തരാൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുപോലും കെട്ടിക്കാത്ത സാദ് അതാ വഹബിന്റെ വീട് ലക്ഷ്യം വെച്ചതാ നീങ്ങുന്നു. പഠിച്ചവനെ കണ്ടാൽ കാർക്കിച്ചു തുപ്പുന്ന ഈ വിരൂപിയായ സൈദ് എങ്ങനെ വഹബിനെ നേരിടും? മകളെ കെട്ടിച്ചു തരാൻ പറഞ്ഞാൽ എന്നെ അദ്ദേഹം എന്ത് ചെയ്യും? മുന്നോട്ട് എടുത്തുകൊള്ളുന്നാൽ പിന്നോട്ട് നീങ്ങുന്നത് പോലെ തോന്നി. നേരുന്ന ചിന്തയിൽ കുറെ ദൂരം പിന്നിട്ടപ്പോൾ അതാ കാണുന്നു വഹബിന്റെ കൊട്ടാരം. അമ്പര ചുംബിയായ മണിമന്ത്രം കണ്ട് സൈദ് നെട്ടി, റബ്ബേ, ഇതിലേക്കാണോ ഞാൻ വന്നത്? അപ്പോഴേക്കും പാറവക്കാർ സൈദിനെ പറഞ്ഞു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ മുഹമ്മദ് നബിയുടെ ദൂതനാണ്, എനിക്ക് പ്രഭുവിനൊന്ന് കാണണം. പ്രവാചകന്റെ ദൂതനാണോ? എന്നാൽ അകത്ത് കിടക്കാം. സയ്യിദ് ഗേറ്റ് കടന്ന് ചെല്ലുകയാണ്. എന്തൊരു മനോഹരമാണിവിടെ. സുഹൃത്തുക്കളെ, സർവ്വധൈര്യം സബരിച്ചുകൊണ്ട് സഅദ് വഹബിനെ നേരിൽ കാണുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഈമാനിന്റെ പ്രമുഖ വഹബ് ചോദിച്ചു, എന്താണ് ആവശ്യം? ആവശ്യം പറയാൻ സഅദിന് ധൈര്യമില്ല, എങ്കിലും ഒരുവിധം പറഞ്ഞൊപ്പിക്കുകയാണ്. ആദി പേരിയോന്റെ ദൂതർ ഹബീബന്റെ ഹാജത്തറിഞ്ഞോ പറഞ്ഞതാറിവീലേ. ആജ്ഞയെടുക്കേണം, ഏറെ പൊറുക്കേണം, ആരംഭപ്പൂമോളെ തന്ന് തുണക്കേണം. വാക്കുകൾ കേട്ടോടൻ മതം ചുവക്കുന്നു, വഹബ് വലതാലേ നിന്ന് വിറയ്ക്കുന്നു. വിട്ടോ താടി നിന്നിൽ വിട്ടു പോയില്ലെങ്കിൽ തട്ടും ശിരസ് ഞാൻ വെട്ടും പോയില്ലെങ്കിൽ. പറഞ്ഞത് വേണ്ടില്ല എന്ന് കരുതി നിൽക്കുകയാണ് സഹദ്. നിങ്ങളുടെ മകളെ എനിക്ക് നിക്കാഹ് ചെയ്യാനെന്ന് പറഞ്ഞതും വഹബ് ഒരു ജീത്തെ പ്രിയപ്പെടെ ചാടിയതും ഒപ്പമായിരുന്നു. എന്തര നെറികെട്ട കാട്ടാണ് നീ പറഞ്ഞത്? മര്യാദയ്ക്ക് തടിയെടുക്കണം നിനക്ക് നല്ലത്. കൂടുതൽ ഇവിടെ നിന്നാൽ നിന്റെ ഉടലിൽ തല കാണില്ല. കല്യാണം കഴിക്കാൻ വന്നൊരു രാജകുമാരൻ പാടാ പുറത്ത്. ഈ പരിസരത്ത് നിന്നെ കണ്ടുപോരുത്. വഹബിന്റെ സിംഹഗർജനത്തിന് മുന്നിൽ സയ്യിദ് മാൻ പീടിൽ പോലെ നിന്ന് കിടക്കുകയാണ്. തല കറങ്ങുന്നത് പോലെ, ഭൂമി താന്നിറങ്ങുന്നത് പോലെ, കൊട്ടാരം മുഴുവനും കറങ്ങുന്നത് പോലെ. പോകാനല്ലടാ നിന്നോട് പറഞ്ഞത്. വീണ്ടും വഹബിന്റെ ഗർജനം. ഒരു വിധത്തിൽ സയ്യിദ് പുറത്തു കിടന്നു. സങ്കടം കൊണ്ട് കണ്ണു കാണുന്നില്ല. ലജ്ജയും നിരാശയും നിറഞ്ഞ സ്വഹാബിവര്യൻ റസൂലിന്റെ ഹദ്റത്തിലേക്ക് താ നീങ്ങുന്നു. വേദനയുടെ വേലിയേറ്റത്തിൽ ദുഃഖം തടഞ്ഞു നിർത്താനാവതെ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. സുഹൃത്തുക്കളെ, സയ്യിദ് അങ്ങോട്ട് നീങ്ങട്ടെ, നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങാം. അവിടെ ഒന്ന് ആടവൻ മരങ്ങേറുകയാണ്. സയ്യിദിനെ വഹബ് ആട്ടിവിട്ടതും ശകാരിച്ചതും വഹബിന്റെ മകൾ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ ഒരു ദീനിയായ പെൺകുട്ടിയായിരുന്നു. സയ്യിദിനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അവൾ കുട്ടിയോട് വിവരം പറഞ്ഞു. വഹബ് പറഞ്ഞു, മകളെ,
നീ വിട്ടിട്ടം പറഞ്ഞവനാണ്. ബാഹ്യ സൗന്ദര്യം സഹദിന് ബാഹ്യ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ മനസ്സിന് സൗന്ദര്യമുണ്ട്, ഈമാനിന്റെ പൂർണ്ണ സൗന്ദര്യം, അതിൽ ഞാൻ ആകർഷിയാണ്. മകളുടെ സാരവത്തായ സംസാരം കേട്ട് വഹബിന്റെ മനസ്സിൽ പരിവർത്തനത്തിന്റെ കാറ്റ് വീശി. മോളെ, ഞാനും നിന്നോട് യോജിക്കുന്നു എങ്കിൽ ഉടനെ പ്രവാചകൻ തെറ്റു പറയുക. ശരി മോളെ, ഞാനിതാ പോകുന്നു. വഹബ് തന്റെ കുതിരപ്പുറത്ത് ചാടിക്കേറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് കുതിച്ചു പായുന്നു. പ്രിയരെ, നമ്മുടെ വഹബ് സായിദ് ഇപ്പോൾ ഇവിടെ എത്തി നോക്കാം. അദ്ദേഹം ഇപ്പോൾ സന്നിധിയിലാണ്. വഹബുമായി നടന്നിറങ്ങുന്ന സങ്കടത്തോടെ പങ്കുവെക്കുമ്പോൾ അതാ ദൂരം ഒരാൾ കുതിരപ്പുറത്ത് പറന്നു വരുന്നു. ആരാണത്? റസൂലേ, വഹബദാ വരുന്നു. വഹബോ? അപ്പോഴേക്കും വഹബ് എടുത്തെത്തി കുതിരപ്പുറത്ത് നിന്നിറങ്ങി നബിയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹബിനെ ആശ്വസിപ്പിച്ചു. സഅദും ജമീലയും തമ്മിലുള്ള വിവാഹം അവിടെ വെച്ച് തന്നെ ഉറപ്പിച്ചു. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. സുഹൃത്തുക്കളെ, സഅദ് വിവാഹസ്ഥലെടുക്കാൻ ടൗണിലേക്ക് പോയിരിക്കുകയാണ്. മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ വലിച്ചിട്ട് തിരിയുമ്പോൾ അതാ ദൂരെ നിന്നും ഹൃദയഭേദകമായ ഒരു ശബ്ദം കേൾക്കുന്നു. ഹയ്യാലൽ അതെ, പ്രവാചകനെയും പരിശുദ്ധ ദീനിനെയും നശിപ്പിക്കാൻ ശത്രുക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനാൽ ആ പ്രവാചകനെ രക്ഷിക്കാൻ യുവാക്കൾ കുതിച്ചെത്തണമെന്നുള്ള മുന്നറിയിപ്പാണത്. എന്റെ പരിശുദ്ധ ദീനിന്റെ അപകടം പറ്റുമ്പോൾ പുതുമാരനായ ചമയിൽ നിന്നും എനിക്ക് ഉചിതമല്ല. എന്റെ ജീവൻ പോയാലും എന്റെ കരളുടെ കഷ്ടമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പോരൽ പോലും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുതുവസ്ത്രങ്ങൾ എടുക്കേണ്ട പണത്തിന് യുദ്ധായുധങ്ങൾ വാങ്ങുകയാണ്. യുദ്ധായുധങ്ങൾ അമ്മയുടെ ദേഹത്തണിഞ്ഞപ്പോഴാണ് സഅദിന് മറ്റൊരു ഓർമ്മ. പഠിച്ചവനെ, ഞാൻ നാളത്തെ പുതുമാരനാണ്. എന്റെ സുന്ദരിയായ മകളെന്നെ കാത്തിരിക്കുകയാണ്. എന്നെ യുദ്ധമുഖത്ത് കണ്ടാൽ എന്റെ കല്ലിന്റെ കഷ്ടമായ പ്രവാചകൻ എന്നെ യുദ്ധത്തിന് അനുവദിക്കുകയില്ല, തിരിച്ചയക്കും. അതിനാൽ ഒരു മുഖം മൂടി ധരിക്കണം. അതെ, ഒരു മുഖം മൂടി വാങ്ങി ധരിച്ച് അതാ പടർക്കളത്തിലേക്ക് പറക്കുന്നു. ദുനിയാവിന്റെ ആദർഭങ്ങൾ കണ്ടു മയങ്ങാതെ ചൊല്ലുന്നു അടർക്കളം തന്നിലേ, ചൊല്ലുന്നു അടർക്കളം തന്നിലേ. ദൈനീയ കാഴ്ചയാണെങ്ങാർപ്പുവിളികളും മരണത്തെ കാണും രംഗം മുന്നിലേ, മരണത്തെ കാണും രംഗം മുന്നിലേ. വീരതമൊപ്പുറകളത അതിവാശി പിടിത്ത് വിളിത്താനേ, വാളുകൾ കൂട്ടിയടിക്കണ ശബ്ദം വാനമുയർന്ന് പതിഞ്ഞാനേ. തക്ബീറും ഒരു വിട്ട് കൊണ്ട് സാടുന്നോർ പുലി പോലെ എടുത്തങ്ങ് ചാടുന്നു. തക്ബീറും അവർ ഷഹീദിന്റെ നിഴൽ ചൂടി പോർക്കളം തന്നിലടരാടുന്നു, പോർക്കളം തന്നിലടരാടുന്നു. സഅദ് ഇപ്പോൾ യുദ്ധമുഖത്താണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. പിന്നെയൊന്നും നോക്കുന്നില്ല. അല്ലാഹു അക്ബർ നിരുവിട്ടുകൊണ്ട് ഈ രകണ്ട സിംഹത്തെ പോലെ സഅദ് അടക്കളത്തിൽ കെടുത്തി ചാടി. ആ സാധാരണമായി യുദ്ധപ്പടയുള്ള പടയാളി എതിരാളികളെ തലങ്ങുവിലങ്ങും വെട്ടു വീഴ്ത്തി ചോരപ്പൂഴുന്ന രണാങ്കളത്തിൽ മിണ്ടൊരു പിളർപ്പരപ്പായ വീരകേസരി ചരിത്രം രചിച്ചു മുന്നേറുകയാണ്. സഅദിന്റെ സാന്നിധ്യത്തോടെ യുദ്ധമുഖത്തൊരു പുതിയ മുഖം കൈവന്നിരിക്കുകയാണ്. ആ വീരശൂര പരാക്രമയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. പ്രവാചകനെയും സ്വഹാബത്തിനും ശ്രദ്ധ പോരാളിയിൽ കേന്ദ്രീകരിച്ചു. ഏതാണ് ഈ മുഖം മൂടിയിട്ട് പടയാളി? ആരാണ് ഇദ്ദേഹം? പെട്ടെന്നാണ് സംഭവിച്ചത്. ശത്രുപക്ഷത്തിൽ പാഞ്ഞൊന്നസ്ത്രം ആ ധീരനായ പടനായകന്മാരിൽ തുളഞ്ഞു കയറി. പിന്നെ അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി ആ മഹാനുഭാവനെ സ്വർഗ്ഗലോകത്തേക്ക് യാത്രയാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പുതുമാരൻ ഷഹീദായല്ലോ, സുവർഗാസുഖം തേടി അവർ പോയല്ലോ. യുദ്ധം അവസാനിച്ചു തുടങ്ങി. പോർക്കളം ശാന്തമായപ്പോൾ നബിയും സഹാബത്തുമായ ഷഹീദായി കൊടുക്കുന്ന പടയാളി ഏതാണെന്ന് നോക്കണം വളരെ ജിജ്ഞാസയോട് അടുത്ത് ചോദിച്ചു. മുഖം മൂടി അയച്ചു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, നാളെ വഹബിന്റെ മകളുമായി മണിയറ പോകേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരനാണല്ലോ ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ നടന്നു വീഴുകയാണ്. കൂടി നിന്ന് സഹാബത്തും കരയുകയാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ ആയിരക്കണക്കായ സഹാബത്തിന്റെ അകമ്പടിയോടുകൂടി മണിയറക്ക് പകരമുള്ള ഖബറിലേക്ക് കൊണ്ടുപോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
സുഹൃത്തുക്കളെ, ഈ ചരിത്രം നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി ദുനിയാവിന്റെ പിന്നാലെ പോയിക്കൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന നമുക്ക് ഈ കഥയിൽ വലിയൊരു പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ചില മത്സരഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് 401 ഹാഫിൽ ഷഹീൻ റംലി വാദി റഹ്മാൻ, സെക്കൻഡ് വിത്ത് ബി ഗ്രേഡ് 605 അബു തോഹിർ വാദി ത്വയ്ബ, തേർഡ് വിത്ത് ബി ഗ്രേഡ് ചെസ് നമ്പർ 97 ഹബീബ് റഹ്മാൻ വാദി സലാമ. വേദി 1 കഥാപ്രസംഗ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ ഡി. Judges, please note call letter D on the stage. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulillahi wa ala alihi wa sahbihi al-faizina bi Allah, amma ba'd. ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലി ഞാൻ തുടങ്ങുന്നേ, മുന്തിയ നബി മദ്ഹിൽ നിന്നൽപ്പം പറഞ്ഞിടുന്നേ. മാന്യ ശ്രോതാക്കൾ സവിനയം ശ്രവിച്ചിടേണേ, കഥയിൽ നിന്നുയരുന്ന കാര്യം പകർത്തി ജീവിക്കേണേ. അതെ, നമുക്ക് ഖൈബറിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം അവിടെ മുർഹിബ് രാജാവ് തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രഹസ്യ ചർച്ചയായതിനാൽ ശ്രദ്ധിച്ചു പോകണേ. ആരെങ്കിലും കണ്ടാൽ, പട്ടാളക്കാർ കണ്ടാൽ അവർ നമ്മുടെ തല കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, സർവ്വസന്നാഹങ്ങളോടുകൂടെ തയ്യാർ ചെയ്ത മുർഹിബ് രാജാവിന്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ അങ്ങേ അകലെ മുർഹിബ് രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു വേപരാജ് പോലെ. അദ്ദേഹം പെട്ടെന്ന് എണീക്കുന്നു, പിന്നെ ഇരിക്കുന്നു, തലയിൽ ചൊറിയുന്നു, എന്തൊക്കെയോ സംഭവിച്ചു പോലെ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം കൊട്ടാരത്തിലുള്ള ആ വാതിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആരുണ്ടോ എന്റെ മന്ത്രിമാരിൽ നിന്ന് ആരുണ്ടിവിടെ? ഇത്രയും വലിയൊരു വിപത്ത് എന്നിൽ സംഭവിച്ചിട്ട് എന്റെ വിപത്തിൽ നിന്ന് തടയിടാൻ ശക്തരായ ആളുകൾ ആരുണ്ടോ ഇവിടെ? ഇത്രയും മന്ത്രിമാർക്ക് മാസം മാസം ഞാൻ ശമ്പളം തരുന്നുണ്ടല്ലോ, ഇത്രയും മന്ത്രിമാർക്ക് ഭക്ഷണം ഞാനാണല്ലോ നൽകുന്നത്. എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിനെതിരെ ശക്തമായി തടയിടാൻ തയ്യാറില്ലാത്തവർ എന്തിനെന്റെ മന്ത്രിമാരെന്ന് പറഞ്ഞ് നടക്കണം? സദസ്യം മൗനിയായി നിന്നു, ആരും മിണ്ടാട്ടുമില്ല. നിങ്ങൾക്കാർക്കും തയ്യാറില്ലെങ്കിൽ നിങ്ങൾ പോകണം. ഇന്നു മുതൽ എന്റെ മന്ത്രിമാർ നിങ്ങളല്ല, എനിക്ക് വേറെ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് അങ്ങകലെ അവിടെ നിന്നൊരു മനുഷ്യൻ എണീറ്റു. രാജാവേ, അങ്ങ് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ മന്ത്രിയാണ്, ഞാൻ നിങ്ങളുടെ അടിയാളനാണ്. എന്റെ ഈ കാണുന്ന ശരീരം മുഴുവൻ അങ്ങേക്ക് അടിയറ വെക്കാൻ ഞാൻ തയ്യാറാണ്. രാജാവേ, എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. അതെ, എനിക്കറിയാമായിരുന്നു ഹജ്ജാജ് ബിൻ മുൻദിർ നിങ്ങളെ അത് ഏറ്റെടുക്കുന്നത് എനിക്കറിയാമായിരുന്നു. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ മന്ത്രി, നിങ്ങൾ വരണം. അങ്ങനെ ഹജ്ജാജിനെ ആ മുർഹിബ് രാജാവ് അടുത്തേക്ക് വിളിച്ചു. പുറത്ത് രണ്ട് പൊട്ടുപൊട്ടിയിട്ട് പറഞ്ഞു, എനിക്കറിയാം മുഹമ്മദ് എന്ന് പറയുന്ന മദീനയിൽ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇന്നുവരെ നമ്മൾ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് മുഹമ്മദിന്റെ തലയെടുത്തു വന്നാൽ നിനക്ക് ഞാൻ ഈ കാണുന്ന കൊട്ടാരത്തിന്റെ മുഴുവൻ നിനക്ക് ഞാൻ നൽകും. മാത്രമല്ല, നീ അന്നു മുതൽ എന്റെ രാജാവ് ഭരിക്കുന്ന ഏറ്റവും എന്റെ മന്ത്രിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുർഹിബ് രാജാവ് അദ്ദേഹത്തിന്റെ പുറത്ത് കൊട്ടിയിട്ട് ഇന്ന് തന്നെ നീ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സർവ്വസന്നാഹങ്ങളോട് കൂടെയുള്ള തയ്യാറെടുപ്പിനോടുകൂടെയും ഏറ്റവും സ്പീഡുള്ള വലിയൊരു കുതിരയെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അതെ, അദ്ദേഹം മദീനയിലേക്ക് വരട്ടെ, നമുക്ക് അപ്പോഴേക്കും മദീനയിലേക്ക് പോകേണ്ടതുണ്ട്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എന്താണാവോ ചെയ്യുന്നത്? അതോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് നിൽക്കുകയാണോ? അദ്ദേഹം വരട്ടെ, നമുക്ക് മദീന വരെ വേഗം പോകേണ്ടതുണ്ട്. ധീരപടനായ ഘനവൻ രാജാവിൻ വാക്കിൽ മഴങ്ങി വീരർ മുഹമ്മദിൻ തലയെടുക്കാൻ പ്രയാണവും തുടങ്ങി. മദീനയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിന് നിത്യം കൊടുക്കുന്ന ക്ലാസുകളും കഴിഞ്ഞു. സ്വഹാബികൾ അവിടെ ഇവിടെ ആയിക്കൊണ്ട് മദീന പള്ളിയിൽ എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ പോയിട്ട് ഒരു നാണയം കിശുമായി വന്നു. ആ നാണയത്തിൽ മറ്റൊന്നുമായിരുന്നില്ല, മഹാനായ നജാശി രാജാവ് പുറത്തയച്ച അല്പം സ്വർണവും പണവുമായിരുന്നു.
ആ നജാഷി രാജാവ് കൊടുത്തയച്ച പണം സഹാബത്തിനെല്ലാം വിതരണം ചെയ്തു. അവിടെ കിട്ടിയില്ലേ? കിട്ടാത്തൊരു പറ്റില്ല വരണേ, ഈ കീഴടം പണവും നാണയം കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് ഒന്നുമില്ല, അതുകൊണ്ട് കിട്ടാത്തൊരു ആരെങ്കിലുണ്ടോ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു. സഹാബികൾ എല്ലാവരും കൃത്യമായി പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ നിഷ്ഠനായ നമ്മുടെ മുറഹിബിന്റെ വാക്കിൽ കേട്ടുകൊണ്ടുവന്ന ഹജ്ജാജ് എന്ന മനുഷ്യൻ മദീന പള്ളിയുടെ ചെരുവിൽ അദ്ദേഹം സ്ഥിരപ്രതിഷ്ഠയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം കേതി. എന്താണ് കേതിയതെന്നറിയാം? എന്താണ് കേതിയത്? ഇതാണ് എനിക്ക് ഏറ്റവും ലഭിച്ച ചാൻസ്. ഈ ചാൻസ് കാരണം ഞാൻ മുതലാക്കിയിട്ടില്ല എങ്കിൽ ഇനി എനിക്കൊരു ചാൻസ് കിട്ടിക്കോണമെന്ന് മനസ്സിലാക്കി അദ്ദേഹം രാജാവ് കൊടുത്തയച്ച ആ കടാരയും അതുപോലെയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേർക്ക് പാഞ്ഞു വന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ മുഹമ്മദ് നബിയെ കാക്കണേ തമ്പുരാനെ, എന്റെ മുഹമ്മദ് നബിയെ കാക്കണേ തമ്പുരാനെ. പെട്ടെന്ന് മഹാനായ പ്രവാചക സന്നിധിയിലേക്ക് എത്തിയ അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ സംഭവിച്ച പോലെ. ഏതുപോലെ? നമുക്ക് ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പാട്ടുകളും പ്രഭാഷണം കേൾക്കാനും നമ്മൾ ക്യാസറ്റ് ഉപയോഗിച്ചിരുന്നു. ആ കാലത്ത് ഓല സംവിധാനത്തിലുള്ള ക്യാസറ്റായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓല ക്യാസറ്റിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിപ്പോകും. അപ്പൊ പ്രത്യേക ശബ്ദമുണ്ട്, പ്രളയം ശബ്ദവും പെട്ടെന്ന് ആ ക്യാസറ്റ് ഓഫ് ആകലും. അതുപോലെ അതുവരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേരെ അടുത്ത് വന്ന അദ്ദേഹത്തിലേക്ക് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ച പോലെ ഉടനെ അദ്ദേഹം പള്ളിയുടെ പുറത്തേക്ക് ഓടി, അല്ലോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പള്ളിയുടെ പുറത്തേക്ക് ഓടിക്കൊണ്ട് ഒറ്റ ഓട്ടം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരാണത്? പിടിക്കണേ. സഹാബികൾ ചട്ടകുടഞ്ഞ് എഴുന്നേറ്റു ആ മനുഷ്യന്റെ പിന്നാലെ ഓടി. പക്ഷേ എന്ത് സംഭവിക്കാൻ? അദ്ദേഹത്തിന്റെ കുതിരയുടെ സ്പീഡ് അത്രയും വിശാലമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച സഹാബികൾക്ക് അദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നൊരു മനുഷ്യനെ പറഞ്ഞയച്ചു. ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? മഹാനായ ദുൽദുൽ കുതിരയുടെ നേതാവും ദുൽഫുകാരന്റെ നായകനുമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടും നിമിഷം നേരം കൊണ്ട് ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് മഹാനായ പ്രവാചക സന്നിധിയിലേക്ക് കൊണ്ടുവന്നതും സമയം കുറച്ചേ വേണ്ടി വന്നിരുന്നു. പ്രവാചകർ ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, പ്രവാചകരെ, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നവനാണ്. ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്നതിന്റെ കയ്യിൽ എന്തിനാണോ ആയുധം? അദ്ദേഹം വിറവരച്ചുകൊണ്ട് അദ്ദേഹം ബോധരഹിതനായിരുന്നു. സഹാബികൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വെള്ളം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോധം റീകവർ ചെയ്തു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചെറിയ പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, പ്രവാചകരെ, ഞാൻ മുറഹിബിന്റെ നേതാവാണ്. മുറഹിബാണെന്ന് പറഞ്ഞയച്ചത് അങ്ങയുടെ പലയിടത്ത് കൊണ്ടുപോയാൽ എനിക്ക് ഇത്രയും പണ്ടവും പണവും തരാമെന്ന് പറഞ്ഞ് ഞാൻ വന്നവനാണ്. അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മനുഷ്യൻ ആ മനുഷ്യൻ മുറഹിബ് രാജാവിന്റെ മുന്നേ മുറഹിബ് രാജ ലക്ഷ്യവുമായി വന്ന ആ മനുഷ്യൻ പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് അപേക്ഷിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുകയും ആ മനുഷ്യൻ ശഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിമാവുകയും ചെയ്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മുസ്ലിമായി. ശേഷം കഥ ഒരിക്കലും കഴിയുന്നില്ല. ശേഷം ആ മനുഷ്യൻ നമുക്കറിയാം, മുറഹിബ് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന മനുഷ്യനാണ് അദ്ദേഹം. മുറഹിബ് രാജാവിന്റെ ഹൈബറിലുള്ള മുഴുവൻ കൊട്ടാരത്തിന്റെയും രഹസ്യ അറകൾ മുഴുവൻ അറിയുന്ന ആ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മഹാന്മാരായ സഹാബികൾ ഹൈബറിലേക്ക് പടയോട്ടം നടത്തുകയും സമയം കഴിഞ്ഞപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഹൈബർ എന്ന വിശാലമായ ആ മരുപ്രദേശം മുഴുവൻ ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വരികയും ആ ഹൈബർ ഇസ്ലാമിക രാജ്യമാവുകയും ചെയ്തു. ഹൈബറും പീഡിച്ചടക്കിയ മുസ്ലിം സൈന്യം ഖൈറിൻ വാതിലുകൾ തുറന്നുള്ള സൈന്യം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ആ മനുഷ്യൻ പോവുകയും അവിടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഇസ്ലാമിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഹൈബർ ഇസ്ലാമിന്റെ അധീനതയിൽ അകപ്പെടുകയും ചെയ്തു. കഴിഞ്ഞില്ല, അന്ന് തുടങ്ങിയ ഇസ്ലാമിന്റെ പടയോട്ടം അത് ഇന്നും തീരാത്ത വലിയൊരു അത്ഭുതമായി കൊണ്ട് മാറിയിരിക്കുന്നു. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു, മുസ്ലിമാകുന്നു, എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന നാളാകുമ്പോഴേക്കും മഹദി ഇമാം വരുമെന്നും ആ മഹദി ഇമാമിന്റെ കരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന കൊടിയും പിടിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ആ മഹദി ഇമാമിന്റെ കൊടിയുടെ കീഴെ വരുമെന്നും മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. മഹാനായ നമ്മുടെ സമസ്ത കേരള ജമിഅത്തുൽ സമുദ്രായ നേതാവ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിച്ചു, ഈ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത കുങ്കുമധവള പതാക മഹദി ഇമാമിന്റെ കരങ്ങളിൽ കൊടുക്കേണ്ട പതാകയാണെന്ന് നമ്മോട് പറഞ്ഞപ്പോ അന്തസ്സോടുകൂടെ നമ്മൾ പറയേണ്ടതുണ്ട്, നമ്മൾ ആ സമസ്തയുടെ പടയാളികളാണ്, നമ്മൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളാണ്.
കഥകളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കഥ കൂടുതലായി പറഞ്ഞാൽ സമയമില്ലാത്ത കാരണത്താൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പതാകയിൽ അന്തസ്സോടുകൂടെ നിന്നുകൊണ്ട് മഹാന്മാരായ നമ്മൾ നേതാക്കന്മാർ കാണിച്ചെന്ന ആ പാതയിലൂടെ പോയിക്കൊണ്ട് ഇതാണ് യഥാർത്ഥ ദീനെന്ന് മനസ്സിലാക്കി ഈ പാദത്തിൽ ചിതറാത്ത ചിത്തങ്ങളും പതറാത്ത പാദങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗ്രൂപ്പ് ലീഡർമാരുടെയും മത്സരാർത്ഥികളുടെയും ശ്രദ്ധയ്ക്ക് വേദി 2-ൽ വാവ മത്സരം ആരംഭിക്കാനിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മത്സരാർത്ഥികൾ വേദി 2 റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 311, 113, 410, 532, 228, 629 എന്നീ ചെസ് നമ്പറുകൾ എത്രയും പെട്ടെന്ന് തന്നെ വേദി 2-ൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വേദി 2-ൽ ഉടൻ തന്നെ വാഴ മത്സരം ആരംഭിക്കാനിരിക്കുകയാണ്. വാഴ മത്സരത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ വേദി 2-ൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വേദി 1-ൽ കഥാപ്രസംഗ മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ മുശാഅറ മത്സരം നടക്കുന്നതാണ്. മുഴുവൻ ടീം അംഗങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കഥാപ്രസംഗ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ ഇ ഓൺ ദി സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ ഇ ഓൺ ദി സ്റ്റേജ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയരെ, ഇതൊരു ചരിത്ര കഥയാണ്. ഇസ്ലാമിക ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രകഥ. കൽബുള്ളവരെ കരയിപ്പിക്കുകയും മനസ്സുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥനകഥ. അതെ, കണ്ണീരിൽ കുതിർന്ന കസബുതട്ടം. എന്തിനാണ് കരയുന്നത്? പ്രിയപ്പെട്ടവരെ, അത് കരയുന്നത് ഇവിടെയല്ല, മദീന പള്ളിയുടെ ശാരത്താണ്. കരയുന്നത് ആരാണ്? ദിഹിയത്തുൽ ഖൽബ്. പൊട്ടിക്കരയുന്ന ദിഹിയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് ദിഹിയ നീ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ദിഹിയ പറഞ്ഞത് ഇങ്ങനെയാണ്: പെൺകുഞ്ഞെ ജനിക്കുമ്പോൾ കൊന്ന് കുടിച്ചിട്ട് കൂത്താടി നടക്കുന്ന കാലത്ത് കൊലയും വഞ്ചാതികളും നാട്ടിൽ പേരുപ്പിച്ച് മനുഷ്യനെ വഞ്ചിക്കുന്ന ദേശത്ത്. അതെ, ദിഹിയ തന്റെ ആ കൽബിലുള്ള സങ്കടങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ദിഹിയ പറയുന്നത് എന്താണ്? നബിയെ, അങ്ങേക്ക് അറിയുമല്ലോ, ജാഹിലിയ കാലഘട്ടത്തില് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ക്രൂരനായ ദിഹിയ അള്ളാഹുവിന്റെ റസൂല് 5 പെൺകുഞ്ഞുങ്ങളെ ഞാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ദിഹിയക്ക് ഇപ്പോഴുള്ള വിഷമം അതല്ല, മറിച്ച് 4 പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടിയപ്പോഴും എനിക്ക് വല്ലാത്ത സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്റെ 5ാമത്തെ പൊന്നോമന മകളെ ഞാൻ കുഴിച്ചുമൂടിയപ്പോ അത് ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ കൽബിൽ വല്ലാത്ത ഒരു കഥയായി കൊണ്ട് തന്നെ തുടങ്ങുകയാണ്. എന്തെന്നറിയുമോ? ആ ചരിത്രം ദിഹിയ വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നബിയെ, ഞാനും എന്റെ ഭാര്യ ജമീലയും തമ്മിലുള്ള വിവാഹം നടന്നു. ദാമ്പത്യ ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ഓരോ ദിനത്തിലും ഓരോ വർഷവും ഞങ്ങൾക്ക് 4 മക്കൾ ഓരോ മക്കളായി കൊണ്ട് വരുമ്പോ ആ 4 മക്കളെയും ഞാൻ ജീവനോടെ കുഴിച്ചുമൂടി പെൺകുഞ്ഞായതിന്റെ പേരില്. പക്ഷേ 5ാമത്തെ വർഷവും എന്റെ അടുക്കൽ വന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, മാരാ പുതുമാരാ, ഞാൻ വീണ്ടും ഗർഭിണിയായി, നേരിൽ നമ്മൾ ഇന്ന് സൗഭാഗ്യത്താലേ. മാരാ പുതുമാരാ, വളർത്തും ഞാൻ ഈ പെണ്ണിന്, ആണോ പെണ്ണോ വ്യത്യാസമില്ല. ഇക്ക, ഞാനിന്ന് ഗർഭിണിയാണ്. 4 പെൺമക്കളുണ്ടായിട്ട് അതിന് മുഴുവനും നമ്മൾ ജീവനോടെ നിങ്ങൾ കുഴിച്ചുമൂടിയല്ലോ. പക്ഷേ ഈ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന ലിംഗഭേദമിന്റെ വ്യത്യാസമില്ലാതെ നമുക്കിതിനെ വളർത്തിയെടുക്കണമെന്ന് പറഞ്ഞപ്പോ ദിഹിയ പറഞ്ഞു, ജമീല, അരുതാത്തതൊന്നും നീ ചിന്തിക്കണ്ട. പെൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞാണെങ്കിൽ നമുക്ക് വളർത്താം, മറിച്ച് പെൺകുഞ്ഞാണെങ്കിൽ എന്ന് പറയുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ അതാ ദിഹിയയുടെ വായയിലെ ജമീല എന്ന് പറയുന്ന ദിഹിയയുടെ ഭാര്യ പൊത്തിപ്പിടിച്ചു. പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ നബിയെ മാസങ്ങൾ കഴിഞ്ഞുകൂടി. ആ സമയത്താണ് ഒരാൾ പോവുകയാ. ആരെന്നറിയുമോ? ദിഹിയ ഷാമിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പോകുമ്പോ
മാസങ്ങൾക്കുള്ളിൽ 6 മാസം ഗർഭിണിയായ ജമീലയെ ഒഴിവാക്കിക്കൊണ്ട് ഷാമിലേക്ക് പോവുകയാണ്. ഷാമിലേക്ക് പോയി എന്ന് മാത്രമല്ല, ഈ സമയത്ത് ജമീല വല്ലാതെ ഒരു സന്തോഷത്തിലാണ്. എന്റെ കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ ഇതിനെ വളരെ വ്യക്തമായി നല്ല നിലക്ക് വളർത്തുമെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസമതാ ഒരു ദിനമിൽ മഹദിയിൽ വന്ന് വേദനയേറെ സഹിച്ചവരന്ന് ഞെരുക്കമതാൽ പിറന്നു വീണത് പെൺതരിയായി. മനസ്സകമിൽ കാതനങ്ങളെ കരയുന്ന മകളെ വായി മുത്തങ്ങൾ നൽകിടലായി. അതെ, തന്റെ ഭാര്യ ജമീല പ്രസവിച്ചു. അവൾ 5ാമത്തത് പ്രസവിച്ചതും പെൺകുഞ്ഞായിരുന്നു നബിയെ. ആ പെൺകുഞ്ഞിന് അവൾ ജന്മം നൽകിയത്, അവൾ പേര് നൽകിയത് സഫിയ എന്നായിരുന്നു. സഫിയ എന്ന പെൺകുട്ടിയെ ഞാനില്ലാത്തതിൽ അവൾ സന്തോഷിച്ചു വളർത്തുകയാണ്. പക്ഷേ ആ സമയത്തും അവളുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു സങ്കടമുണ്ട്. എന്റെ ഭർത്താവ് ദിഹിയ ദിവസങ്ങൾക്കുള്ളിൽ ഷാമിൽ നിന്ന് വരുമല്ലോ, ഈ കുഞ്ഞ് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട 5ാമത്തെ പൊന്നുമോളെയും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ദിഹിയ കുഴിച്ചു മൂടുമല്ലോ, എന്താണ് ഒരു വഴി ഇവളെ വളർത്താൻ എന്ന് മനസ്സിലാക്കുമ്പോ അതാ ദിഹിയയുടെ ഭാര്യ ജമീല ഒരു സൂത്രമൊപ്പിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട അയൽവാസിയാകുന്ന ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ പോയി, ഫാത്തിമ എന്റെ പൊന്നാമന മകളാണ്, 5ാമത്തെ പെൺകുഞ്ഞാണ്, 4 കുടിച്ചു മൂടി, ഇവളെയെങ്കിൽ നീ വളർത്തണം, എന്റെ വീട്ടിൽ പറ്റുകയില്ല, നീ രഹസ്യമായി വളർത്തണം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അതാ തന്റെ അയൽപക്കത്തുള്ള ഫാത്തിമ എന്ന സഹോദരിയുടെ അടുക്കൽ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. ഒരാളിതാ കടന്നു വരികയാണ്. ആരുമല്ല, അതാരെന്നറിയുമോ? പ്രിയപ്പെട്ട ഭർത്താവ് ദിഹിയയാണ്. വന്ന പാടെ ചോദിച്ചത് എന്താണ്? മോളെ, പ്രിയപ്പെട്ടവളെ, എവിടെയാണ് നമ്മുടെ 5ാമത്തെ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പോ ദിഹിയയുടെ ഭാര്യ ജമീല പറയുകയാണ്, പ്രിയപ്പെട്ട ഇക്ക, നമ്മുടെ 5ാമത്തെ കുട്ടിയും അത് മകളായിരുന്നു. അതിന്റെ പേരിലും പെൺകുഞ്ഞിയായതിന്റെ പേരിലല്ല, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മുടെ 5ാമത്തെ മോളും നമ്മിൽ നിന്ന് യാത്രയായി. അവിടുന്ന് ദിഹിയ പറഞ്ഞു, സങ്കടപ്പെടേണ്ട ജമീല, അള്ളാഹു നമുക്കതിനുള്ള ഒരു ആൺതരിക്കുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അങ്ങനെ കാലചക്രങ്ങൾ കഴിയുകയാണ്. ഒരു ദിവസം അതാ ദിഹിയ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പെൺകുഞ്ഞ് തന്റെ വീട്ടിൽ 6-7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. ദിഹിയക്ക് വല്ലാത്ത സന്തോഷമായി. ആ സമയത്ത് ദിഹിയ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്ന സമയത്തതാ ദിഹിയ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ജമീലയോട് പറയുകയാണ്, ജമീല നോക്കടി മോളെ, എന്തൊരു രസമാ കളിയും ചിരിയും, കണ്ടിരിക്കാൻ കൗതുകമാലെ കണ്ട കൺമണിയേ, ഓമനിക്കാൻ ലഭിച്ചിരുന്നെങ്കിൽ ഇവളെ പോലൊരു കുഞ്ഞ് ഓമനയാൽ വളർത്തിടും നമ്മളിഷ്ടക്കനിയെ പൊൻകനിയേ. ജമീല, എന്തൊരഴകുള്ള പെൺകുട്ടിയാണ് ഇത്. ഇങ്ങനെ ഒരു കുഞ്ഞ് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇതിനെ വളർത്താമായിരുന്നു, നമുക്ക് താലോലിക്കാമായിരുന്നുവല്ലോ. ഈ സമയമതാ ജമീല പൊട്ടി ചിരിച്ചുകൊണ്ട് അത്ഭുതത്തോടെ പറയിക്ക, അൽഹംദുലില്ലാ, ഇത് നമ്മുടെ മോള് തന്നെയാണ്. നിങ്ങൾ ഷാമിലേക്ക് പോയ സമയത്ത് ഞാൻ ജന്മം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോള, നിങ്ങൾ കുഴിച്ചു മൂടുമോ എന്ന് കരുതി അയൽവാസിയിൽ ഏൽപ്പിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് സന്തോഷം കൊണ്ട് ദിഹിയ ഈ പൊന്നോമന മകളെ ഒന്നുകൂടി താലോലിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കാലചക്രങ്ങൾ കഴിയുകയാണ്. ആ സമയത്താണ് പട്ടെടുത്ത് മാലയിട്ട് വരവായ് ബീബി സഫിയ, കസ്തൂരി മണമുള്ള രാവിൽ മർഹബായാ നിക്കാഹ് സഫിയ, മർഹബായാ നിക്കാഹ് സഫിയ. പ്രിയപ്പെട്ട സഫിയ എന്ന് പറയുന്ന രഹസ്യമായി വളർത്തിയ ദിഹിയുടെ പൊന്നോമന മകളതാ വിവാഹപ്രായത്തിലേക്കടുത്തു. നാടാകെ പാട്ടായി. എന്താണ് ദിഹിയക്കൊരു മകളോ, വിവാഹപ്രായമൊരു പെൺകുഞ്ഞോ? എന്തൊരു അപമാനവും. ആ സമയത്താണ് പെൺകുഞ്ഞിനെ വളർത്തിയ ദിഹിയക്ക് വല്ലാത്ത സങ്കടം തോന്നിയത്. ദിഹിയ എന്ത് ചെയ്തു അറിയോ? വേഗം ചന്തയിലേക്ക് കുതിച്ചു. ഉറച്ച നേരമിൽ കുതിച്ച് പാഞ്ഞുടൻ ദിഹിയത്തുൽ ഖൽബ് ചന്തയിൽ നിന്നവർ വാങ്ങി നല്ല ഈത്തപ്പന തൈ തോട്ടത്തിൽ നടുവാനായി കൊണ്ട്
കൊണ്ടുവന്ന് വീട്ടിലെത്തിടലായി അരികിൽ മകളെ വിളിച്ചിടലായി. ചന്തയിൽ നിന്നതാ ആ ദുഹിയത്തുൽ ഖൽബ് ഒരു പൂന്തോട്ടത്തിലേക്ക് ഒരു തൈയുമായി ഓടി വരികയാ. പ്രിയപ്പെട്ട പൊന്നോമന മകളോട് പറഞ്ഞു, മകളെ ഇത് നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി നടാമെന്ന് പറഞ്ഞുകൊണ്ട് മകളെയും കൊണ്ടുകൊടുത്ത് നല്ല നിലക്കുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വെണ്ണത തയ്യുമായി കൊണ്ട് കുഴിച്ച് അവിടെയുള്ള കുഴിയൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോളെ ആ കൈ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് സുഫിയ എന്ന് പറയുന്ന ആ പെൺകുഞ്ഞിനെ ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചു എന്ന് മാത്രമല്ല, ഓടിക്കിടച്ചുകൊണ്ടത് ആ പൊന്നോമന മകൾ ആ കൈയും പിടിച്ചുകൊണ്ട് വരികയാണ്. സങ്കടം അടക്കാനാവാതെ, അപമാനം സഹിക്കാനാവാതെ അതാ പ്രിയപ്പെട്ട ദിഹിയത്തുൽ ഖൽബ് എന്ന് പറയുന്ന തന്റെ പൊന്നോമന പിതാവ് എന്താണ് ചെയ്തതെന്നറിയുമോ? ആ കൈയുമായി വരുന്ന പെൺകുഞ്ഞിനത് കുഴിയിലേക്ക് തള്ളിയിട്ട്. പ്രിയപ്പെട്ടവരെ, സങ്കടമുണ്ട്. ആ സമയത്ത് അലറി കരഞ്ഞെന്നെ വിളിച്ചു വാപ്പാ, അരുതാത്തതെന്തു ഞാൻ ചെയ്തു വാപ്പാ, സ്നേഹം നൽകിയെന്നെ ചതിച്ചുവല്ലോ, സ്നേഹം ദയാമൂലി കനിഞ്ഞില്ലല്ലോ. പാപ്പാ പാപ്പാ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഇത്രയും ക്രൂരമായി കൊണ്ട് എന്നെ ഈ കുഴിയിലേക്ക് ഇടാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ ഇതൊന്നും വകവെക്കാതെ, നബിയേ, ഞാൻ എന്റെ പൊന്നോമന മകളുടെ ചാരത്ത് അവിടെയുള്ള ആ ഒരു പാറ തല്ലി എടുത്തു വന്നുകൊണ്ട് ആ കുഴിയിൽ കിടക്കുന്ന എന്റെ പൊന്നോമന മകളുടെ തലയിലേക്ക് അങ്ങിട്ടു. രക്തം ധാരധാരയായി ചിന്തിച്ചിതറാൻ തുടങ്ങി. എന്റെ പൊന്നോമന മകള് ആ സമയത്തും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോഴും അതൊന്നും ഞാൻ സഹിക്കാതെ, അതൊന്നും ഞാൻ ഓർക്കാതെ, ഞാൻ എന്റെ ദുഃഖഭാരം അപമാനം മാറ്റിവെക്കാൻ വേണ്ടി ആ മകളുടെ ചാരത്തേക്ക്, അവരുടെ ശരീരത്തിലേക്ക് ആ കുഴിയുടെ ചുറ്റുഭാഗത്തുമുള്ള മണ്ണ് ഞാൻ ഇട്ടു. പ്രിയപ്പെട്ടവരെ, ആ മണ്ണ് കൊണ്ട് മൂടി പ്രിയപ്പെട്ട ആ പൊന്നോമന മകളെ ഞാൻ കൊന്നു. ഇതെനിക്കൊരിക്കലും സഹിക്കുന്നില്ല നബിയെ. ഇതിനും മാപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം, എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു ഗഫൂറാണ്, റഹീമാണ് എന്ന ഒരു നിർദ്ദേശം, മെസ്സേജ് കൈമാറിച്ചുകൊണ്ട് വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക, വേദി 1 ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത വാദ മത്സരത്തിലുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വേദി 2 വാദ മത്സരത്തിലുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വേദി 2 വാദ മത്സരം ആരംഭിക്കാനിരിക്കുകയാണ്. വേദി 1 കഥാപ്രസംഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഷാറ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കേണ്ട ടീമുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കഥാപ്രസംഗ മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ എഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നസീമ ജാമിയ 2016 ഈ സുവർണ സായാഹ്നത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. എന്റെ കഥയിൽ വല്ല തെറ്റും സംഭവിച്ചാൽ എന്നെ തിരുത്താൻ നിങ്ങൾ പ്രേരിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എന്റെ കഥയിലേക്ക് പ്രവേശിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥ അക്രമിയുടെ മനംമാറ്റം. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ തീർത്തിടാം ഞാൻ ഇന്നൊരു കഥാപ്രസംഗം മുന്നേ. പണ്ടൊരു നാളിൽ നടന്ന അത്ഭുതം വിവരിക്കാം. പാപിയാമോരാളുടെ കഥ ഞാനിതാ വിവരിക്കാം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒരു പാവം മുക്കുവന്റെ മുഖത്തേക്കാണ് ക്ഷണിക്കുന്നത്. ആ മുക്കുവന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വലയാണ്. സാധാരണ മീൻ എടുക്കാൻ പോകുമ്പോൾ കാര്യമായി ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ വളരെ ദുരിതം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ അന്നും തന്റെ ഉപജീവന മാർഗമായ വലയും കയ്യിലെത്തിക്കൊണ്ട് അദ്ദേഹം അതാ തൊട്ടടുത്ത പുഴക്കരയിലേക്ക് നടന്നു.
പോകുന്ന വഴിയിൽ ഒരുപാട് ചിന്തകൾ. അല്ലാഹുവേ, എന്റെ വീട്ടിൽ പട്ടിണിയാണ് റബ്ബേ, അതുകൊണ്ട് എന്നെങ്കിലും എന്റെ വലയിൽ എന്തെങ്കിലും ഒന്ന് കുടുക്കി തരണം റബ്ബേ. അദ്ദേഹം അതാ പുഴക്കരയിലേക്ക് പതിയെ പോലെ തന്റെ വല പുഴയിലേക്ക് എറിഞ്ഞു. സാധാരണ മുക്കുവന്മാർ ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ വല അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നു വലിച്ചു. എന്തോ ഒന്ന് തടഞ്ഞതുപോലെ അദ്ദേഹം ആദ്യൊരു വലി വലിച്ചു. സുബ്ഹാനല്ലാഹ്, അന്നേരം കണ്ടു വലയിൽ ഒരു വലിയ മീൻ കൂടുങ്ങി. സന്തോഷം മല തല്ലിയേ റബ്ബിൽ സ്തുതി ചൊരിഞ്ഞേ. അത്ഭുതമെന്ന് പറയട്ടെ, ആ പാവം മുക്കുവന്റെ വലയിലതാ ഒരു മത്സ്യം കുടുങ്ങിയിരിക്കുന്നു. അല്ലാഹുവേ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ സന്തോഷത്തിലേക്ക് അതിരുണ്ടായിരുന്നില്ല. അദ്ദേഹം അതാ മറ്റൊന്നും ചിന്തിച്ചില്ല. തനിക്ക് കിട്ടിയ മത്സ്യവുമായി നേരെ വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങി. പോകുന്ന വഴിയിൽ അതാ ആരാണ് കടന്നു വരുന്നത്? സുഹൃത്തുക്കൾ, ആരാണ് വരുന്നത്? സുഹൃത്തുക്കളെ, അത് മറ്റാരുമല്ല, അതാണ് നമ്മുടെ കഥാനായകൻ. അക്രമിയാണേ, അഹങ്കാരിയാണേ, അഹംഭാവമാണേ ജീവിതത്തിലാകെ. മുക്കുവന്റെ നേരെ വന്നത ചൊല്ലി, എന്തടാ നിന്റെ കയ്യിൽ അതിങ്ങോട്ട് താടാ. സുബ്ഹാനല്ലാഹ്, അക്രമിയായ മനുഷ്യൻ ആ മനുഷ്യനോട് മുക്കുവനോട് പറഞ്ഞു, എന്താണ് നിന്റെ കയ്യിൽ? ഇല്ല, ഒന്നുമില്ല. എന്താണ് നിന്റെ കയ്യിൽ? അഹങ്കാരത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ടപ്പോൾ സിംഹത്തിന്റെ മുന്നിൽ അകപ്പെട്ട മാൻപേടയെ പോലെ പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു, അരുത്, എന്നെ ആക്രമിക്കരുത്, ഞാനൊരു പാവം മുക്കുവനാണ്. എന്റെ കയ്യിലുള്ള മത്സ്യമാണ്, എന്റെ വീട്ടിൽ പട്ടിണിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഈ മത്സ്യം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. കരുണ എന്തെന്ന് പോലും അറിയാത്ത അക്രമിയായ ആ മനുഷ്യൻ അതിങ്ങോട്ട് താടാ എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് അഹങ്കാരത്തോട് നടന്നിരിക്കുകയാണ്. ഈ സമയത്താണ് പാവം മുക്കുവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരു കരങ്ങളും റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. നാഥാ, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഉയർത്തി ഇരുകരവും ഉയർത്തി തേടുകയാണ് അഹദായ ജല്ല കൊടുക്രമീക്ക് ബുദ്ധിമുട്ട് വേദന യാദികളെന്നും. ആ പാവം മുക്കുവനതാ, അല്ലാഹുവേ, അല്ലാഹുവേ, ഈ പാവം അല്ലാഹുവേ, ഈ അക്രമിയായ മനുഷ്യൻ എന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും തകർത്താണ് ആ പോകുന്ന റബ്ബേ. അതുകൊണ്ട് ഇനി അവനെ ഒരു പാഠം പഠിപ്പിക്കണം റബ്ബേ. അദ്ദേഹം അതാ തന്റെ കരങ്ങൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് നിരാശനായിക്കൊണ്ട് മടങ്ങി. ഈ സമയത്താണ് അക്രമിയായ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, എന്റെ പ്രിയതമേ, എനിക്കൊരു മത്സ്യം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം പാകം ചെയ്തു തരണം. പതിലും വിപരീതമായ ഭർത്താവിന്റെ സ്നേഹം കണ്ടപ്പോൾ ഭാര്യയ്ക്ക് അത്ഭുതമായി. എന്നും എന്നെ പ്രഹരിക്കാറാണല്ലോ പതിവ്, ഇന്നത്തെ ഒരു പ്രത്യേക സ്നേഹം. കൂടുതൽ ചോദിച്ചാൽ നിന്നാൽ പ്രഹരമേൽക്കുമെന്ന് ഭയന്നുകൊണ്ട് ഭാര്യ മറ്റൊന്നും ചോദിച്ചില്ല. പെട്ടെന്ന് തന്നെ ആ കറി പാകം ചെയ്തു കൊടുത്തു. പാകം ചെയ്ത ഉടൻ തന്നെ അക്രമിയായ മനുഷ്യനതാ ആ മത്സ്യം തിന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, തിന്നുന്നിടയിലാണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്താണത്? അത് മറ്റൊന്നുമല്ല, പെട്ടെന്നൊരു മുള്ള് തറച്ചിടുന്നേ, വേദന കൊണ്ടയാൾ പുളഞ്ഞിടുന്നേ, വയ്യ അയാൾ കോട്ടും സഹിച്ചിടുവാൻ, ഉടനെ കയ്യാകെ ചുവന്നിടുന്നേ. പ്രിയമുള്ളവരെ, ആ അക്രമിയായ മനുഷ്യനതാ ആ മത്സ്യം തിന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മുള്ള് അദ്ദേഹത്തിന് ആ മനുഷ്യന്റെ കയ്യിൽ തറക്കുകയാണ്. അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞു. അദ്ദേഹം ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ പരീക്ഷണം എന്നോണം ആ മനുഷ്യന്റെ കയ്യതാ പയുത്ത് തുടുക്കാൻ തുടങ്ങി. അദ്ദേഹം മറ്റൊന്നും ചെയ്തില്ല. ആ മനുഷ്യൻ തൊട്ടടുത്തുള്ള വൈദ്യകന്റെ അടുത്തേക്ക് പോയിട്ട് വൈദ്യകനോട് പറഞ്ഞു, വൈദ്യരെ, ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു മത്സ്യം തിന്നതാ, ഇത്ത കയ്യതാ പയുത്ത് തുടുത്തിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും വൈദ്യരെ? വൈദ്യരതാ ആ അക്രമിയുടെ കൈ പരിശോധിച്ചുകൊണ്ട് മനസ്സോട് പറഞ്ഞത് ഇതായിരുന്നു, ഞാൻ പറയും കാര്യം ഓർത്തിടൂ എൻ സ്നേഹിത, എൻ കയ്യിലുള്ള ഔഷധം അറിഞ്ഞിടൂ, എൻ കയ്യിലുള്ള ഔഷധം അറിഞ്ഞിടൂ, വേഗം മുറിച്ചിടണം നിൻ വിരലിനെ, എല്ലാം മാറിടും നിൻ വേദനകൾ കൊല്ലിലും. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി
വൈദികൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ എങ്ങനെ പറയണം, എന്ത് നിന്നോട് പറയണം? എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. നിന്റെ ഈ വിരൽതാ, നിന്റെ ആ മുള്ളു കുത്തിയ ഭാഗമതാ എല്ലിലേക്ക് പഴുപ്പ് പടർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ വിരൽ മുറിച്ചാലല്ലാതെ നിനക്ക് ശിഫയുണ്ടാവുകയില്ല. എന്ത് നെട്ടിത്തരിച്ചു പോയി. അള്ളാഹുവേ, ഒരു അക്രമിയുടെ മത്സ്യം, ഒരു മുക്കുവന്റെ മത്സ്യം തിന്നതിന് ഇത്രയും വലിയ പരീക്ഷണം ഉറപ്പേ. മറ്റൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ ആ മനുഷ്യന്റെ വിരലത അവിടെ മുറിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം നിരാശനായിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അള്ളാഹുവിന്റെ പരീക്ഷണം. അവിടുന്ന് ആ വീണ്ടും പോയി. അപ്പോഴും വൈദികൻ പറഞ്ഞത് നിന്റെ കൈ മുറിക്കപ്പെടണമെന്നായിരുന്നു. അങ്ങനെയതാ ആ കൈ മുറിക്കപ്പെട്ടു. ചുരുക്കി പറയട്ടെ, ആ കൈ മുറിക്കപ്പെട്ടു. പിന്നീട് അതാ ഉള്ളം കൈയിലേക്ക് വന്നു, അതും മുറിക്കപ്പെട്ടു. പിന്നീട് അത് തണ്ട കൈയിലേക്ക് പടർന്നു, അതും മുറിക്കപ്പെട്ടു. പൂർണ്ണമായ ഒരു കൈയില്ലാത്ത അവസ്ഥയായപ്പോൾ പാവമുക്കുവൻ അതാ നിരാശനായിക്കൊണ്ട്, ദുഃഖഭാരം പേറിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് നിരാശനായിക്കൊണ്ട് മടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, പോകുന്ന വഴിയില്ലതാ ആ മനുഷ്യൻ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് ഒരു ഇളം കാറ്റിന്റെ തലോടിയിലേറ്റുകൊണ്ട് ആ പാവം നിദ്രയിലേക്കാണ്ടു. പെട്ടെന്നാണ് ഒരു അശരീരി, എന്താ മനോജാനി ഈ ചെയ്ത് കൂട്ടുന്നേ, എങ്ങോട്ടാ മുറിക്കുന്നേ, മാറില്ല നിൻ രോഗം, മാറാനൊരു വഴിയുണ്ട്, നീ വേഗം പോയിടണം, ആ മുക്കുവൻ സവിധത്തിൽ പരിഹാരം ചെയ്തിടണം. ആ മനുഷ്യന്റെ ശരീരം എന്താണ് മനുഷ്യ ചെയ്തു കൂട്ടുന്നത്? എവിടേക്കാണ് നിന്റെ കൈ നീ മുറിച്ചു കൊണ്ടുപോകുന്നത്? പാവപ്പെട്ട മുക്കുവന്റെ മത്സ്യം തട്ടിപ്പടിച്ചതിന് അള്ളാഹു നിനക്ക് തന്ന പരീക്ഷണമാണ് ഇത്. അതുകൊണ്ട് വേഗം ആ മുക്കുവന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് അവനോട് പൊരുത്തപ്പെടിച്ചാലല്ലാതെ നിന്റെ രോഗത്തിന് ശിഫയുണ്ടാവുകയില്ല. അദ്ദേഹം അതാ നെട്ടി ഉണർന്നു. അവിടെ വെച്ചാണ് ആ അക്രമിയുടെ മനമാറ്റം. പ്രിയമുള്ളവരെ, ആ മനുഷ്യനതാ പാവപ്പെട്ട ആ മുക്കുവന്റെ വീട്ടിൽ പോയിക്കൊണ്ട് തന്റെ കഥകൾ വിശദീകരിക്കും. കഥകൾ കേട്ടപ്പോൾ പാവം മുക്കുവൻ അദ്ദേഹത്തിന് എല്ലാം പൊരുത്തപ്പെട്ടു കൊടുത്തു. ശരിക്കും പറയട്ടെ, ആ മനുഷ്യൻ അന്നതാ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സുന്ദരനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ മുറിക്കപ്പെട്ട കൈയതാ പ്രിയമുള്ളവരെ തടവി കൊടുക്കുന്നു. പെട്ടെന്നാണ് അദ്ദേഹം നെട്ടി ഉണർന്നു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ കയ്യത പൂർണ്ണമായി തിരികെ വന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, എനിക്ക് 1000 സ്തുതികൾ. അല്ലാഹുവിലേക്ക് 1000 സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് തന്റെ പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കുന്നു. പ്രിയമുള്ളവരെ, ആ അക്രമിയായ മനുഷ്യൻ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അത് എന്റെ കഥ ഞാൻ ഇവിടെ അവസാനിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ എന്തേരുത്, ഒരു തന്റെ മുതലും അപഹരിച്ചു പോകാൻ പാടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ അപഹരിച്ചാൽ പല നിലക്കും അള്ളാഹു നമ്മളെ പരീക്ഷയെ തന്നെ ചെയ്യും. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ട് എന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സത്യസന്ധരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരാർത്ഥികളുടെയും ടീം മാനേജറുടെയും ശ്രദ്ധയ്ക്ക് വേദി 1 നടക്കുന്ന മുശാഅറയ്ക്ക് ഇതുവരെ ഒരു ടീമും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം ക്യാൻസൽ ചെയ്യുന്നതാണ്. ടീമംഗങ്ങൾക്കുള്ള പങ്കെടുക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ വേദി 1 മുശാഅറയ്ക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ടോക്കൺ നമ്പർ 192, വാങ്ങ മത്സരത്തിന് പങ്കെടുക്കേണ്ട ടോക്കൺ നമ്പർ 192 ഇതുവരെ വേദി 2 എത്തിയിട്ടില്ല എന്നറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് എത്താത്ത പക്ഷം മത്സരത്തിനുള്ള അവസരം നഷ്ടപ്പെടുന്നതാണ്.
കവിതാ ലോകത്തെ അത്ഭുത മനീഷി ഉസ്താദ് ശൈഖുന ശൈഖുൽ ജാമിയുടെ പ്രിയ സന്തതികൾ, അറബ് കവിതാ ലോകത്തെ രാജാക്കന്മാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നസീമെ ജാമിയ ആർട്സ് ഫെസ്റ്റ് 2016 വെട്ടിത്തിളങ്ങുന്ന വേദിയിൽ ഏറ്റുമുട്ടാനിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ചുള്ള കവിതാ പോരാട്ടത്തിന് സാക്ഷികളാവാൻ മുഴുവൻ വിദ്യാർത്ഥികളെയും ഓഡിറ്റോറിയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.